ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഫു മീഡിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൊൽക്കിണറ്റത്തെ പൈപ്പൊക്കെ എടുത്ത് കയറ്റിയിരിക്കണം കേട്ടോ. അപ്പോൾ എടുത്ത് കയറ്റിയപ്പോഴാണ് നമ്മൾ ഈ സംഭവം കണ്ടത്. പൈപ്പിന് നല്ലൊരു പൊട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ടാങ്കിക്ക് വെള്ളം അടിച്ചാൽ ഫസ്റ്റത്തെ ടൈമിലൊന്നും ഇങ്ങനെ ചാടും, പിന്നെ അവിടെ നിൽക്കും. അപ്പോൾ എന്താ സംഭവം, വെള്ളം ഇല്ലാഞ്ഞിട്ടാണോ അതോ ഇനി പൈപ്പ് പൊട്ടിയിട്ടാണോ ഒന്നും അറിയില്ലായിരുന്നു. രണ്ടു വട്ടം ഇപ്പോൾ ഇതുപോലെ പൊട്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ വലിച്ച് കയറ്റിയിട്ട് അത് മുറിച്ച് അയച്ചു കൊടുത്തതാണ്. ഇപ്പം മൂന്നാമത്തെ വട്ടമാണ് ഇപ്പോൾ ഈ വലിച്ച് കയറ്റുന്നത്. അപ്പോഴും അതുതന്നെ സംഭവം പൊട്ടിയേക്കാണ്. അപ്പോൾ ഞങ്ങൾ ലൈൻ വെള്ളം ഇരുന്ന് എടുത്തിരുന്നത്, അത് ഒരാഴ്ച കൂടുമ്പോൾ ഒരു വട്ടമൊക്കെ വരുള്ളൂ. അതുകൊണ്ട് വീട്ടിലെല്ലാം തോനെ ആളുണ്ടാകുമ്പോൾ നമ്മൾ വെള്ളത്തിനൊക്കെ നല്ല ആവശ്യമില്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ എത്രയും പെട്ടെന്ന് പൈപ്പൊക്കെ കൊണ്ട് വലിച്ച് കയറ്റി. അങ്ങനെ വലിച്ച് കയറ്റിയപ്പോൾ ഇനി നല്ലൊരു പൊട്ട് തന്നെയാണ്. അതപ്പോൾ ഏറ് തള്ളിയിട്ട് വെള്ളമൊക്കെ അവിടെ പോവുകയാണ്. അങ്ങനെ കുഴൽക്കിണറ്റിക്കൊന്ന് നോക്കി. അപ്പോൾ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ കുഴൽക്കിണറ്റിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വർഷക്കാലമല്ലേ, അപ്പോൾ വെള്ളം മേലേക്ക് ഇങ്ങനെ ഏന്തും ചെയ്തിരിക്കണം. അപ്പോൾ ഒരു കല്ലൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ വെള്ളം മുകളിൽ തന്നെയാണ്. നമുക്കിങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കാണും വെള്ളം. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതൊരു വെള്ള പോലത്തെ കളർ ഇങ്ങനെ കാണുന്നില്ല, അതാണ് വെള്ളം. അപ്പോൾ എന്തായാലും വെള്ളമില്ലാത്തൊരു ഇടങ്ങേറ് പറഞ്ഞാൽ മതിയാവില്ല, അത്രക്കാണ് വെള്ളമില്ലെങ്കിൽ. അങ്ങനെ എന്തായാലും ഞങ്ങൾ മോട്ടറൊക്കെ വലിച്ച് കയറ്റി. ഭയങ്കര റിസ്ക് ആട്ടോ മോട്ടറൊക്കെ വലിച്ച് കയറ്റാൻ, നമ്മൾ വിചാരിക്കും പോലെ ഒന്നല്ല. അപ്പോൾ ഞങ്ങൾ കപ്പിയൊക്കെ കൊടുന്നു, കപ്പിയിലിട്ട് കയറിട്ട് കുടുക്കി, അങ്ങനെ പിടിച്ച് വലിച്ചു. അങ്ങനെ മാറി ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ വലിച്ചു. അങ്ങനെ എന്തായാലും മോട്ടറൊക്കെ വലിച്ച് കയറ്റി, മോട്ടർ ഇട്ട് നോക്കി. അപ്പോൾ പൈപ്പിന് ഭയങ്കര പൊട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പൈപ്പ് മാറ്റാൻ വിചാരിച്ചു. അങ്ങനെ പൈപ്പ് ഞങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിക്കോട്ടെ, മറ്റേത് മോട്ടർ വാങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയ പൈപ്പല്ലേ, അപ്പോൾ അതിൻ്റെ ഒപ്പം വാങ്ങിയതല്ലേ, അപ്പോൾ അത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് നമ്മൾ വാങ്ങിക്കണത്. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരുന്നപ്പോൾ നമുക്കറിയില്ലല്ലോ. അങ്ങനെ എന്തായാലും പൈപ്പ് ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നു. അപ്പം നമ്മൾ പൈപ്പ് നോക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ആദ്യത്തെ പൈപ്പ് അതിൻ്റെ നീലവര ഉണ്ടല്ലോ, അത് ഇങ്ങനെ റെഡിക്ക് സ്റ്റഡിയിൽ പോണതേക്കാരം. ആദ്യമാണ് ഞങ്ങൾ ആദ്യത്തെ പൈപ്പ്. ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയത് ആ നീലവര പോണത് കുറച്ചൊന്നിങ്ങനെ പെനഞ്ഞിങ്ങാണ്ടുള്ളതാണ്. അത് നല്ല പൈപ്പാണ് പറഞ്ഞു. 5 കൊല്ലത്തെ ഗ്യാരണ്ടിയൊക്കെ തന്നിക്കണം ഞങ്ങൾക്ക്. അതിലെന്ത് സംഭവിച്ചാലും ഞങ്ങൾ മാറ്റിത്തരാം. പൈപ്പ് ഇങ്ങനെ ഇതുപോലെ പൊട്ടുകയാണെങ്കിൽ ഞങ്ങൾ മാറ്റിത്തരാം. അതല്ല നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓല് മാറ്റിത്തരില്ല. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ നേരത്തെ ലീക്ക് കണ്ടില്ലേ, അതേപോലെ എന്നുണ്ടെങ്കിൽ ഓല് മാറ്റിത്തരും. അങ്ങനെ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി പൈപ്പ് ഇറക്കി. അപ്പോൾ പൈപ്പ് ഉരുക്കുമ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ പൈപ്പ് ഉരുക്കുമ്പോൾ അതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പത പോലൊരു ഇങ്ങനെ വന്നിരുന്നു കേട്ടോ ഉരുക്കുന്ന ടൈമിൽ. അപ്പോൾ അത് നല്ല പൈപ്പല്ല, അതിന് അങ്ങനെ പത വരാൻ പാടില്ല എന്ന് പറഞ്ഞോളൂ പൈപ്പ് വാങ്ങുന്നിടത്തുനിന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ വാങ്ങിയ പൈപ്പിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അത് ഒരിക്കപ്പോൾ സ്റ്റഡിയിലൊരു കുഴപ്പമില്ലാതെ, ഒരു പതയോ കാര്യമൊന്നും ഇല്ലാതെ അത് നല്ലപോലെ ആണ്ട് മോട്ടറിലേക്ക് കയറിപ്പോയിട്ടോ. അങ്ങനെ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടിയാലും വേണ്ടിയില്ല, വെള്ളം ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടി കുഴൽക്കിണറ്റിൽ പൈപ്പ് ഇറക്കി. അപ്പോൾ പൈപ്പ് ഞങ്ങൾ നീളത്തിൽ റോട്ടുമ്പോൾ കൂടിയ വണ്ടി വരണമെന്ന് നോക്കണമല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓലെല്ലാവരും കൂടി പൈപ്പ് പിടിച്ച് അങ്ങനെ നീളത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നിന്നിട്ട് കുറച്ച് ഇങ്ങനെ ലൂസാക്കി കൊടുത്തു. അങ്ങനെ എന്തായാലും ഞങ്ങൾ പൈപ്പ് അങ്ങനെ എല്ലാം അങ്ങോട്ട് ഇറക്കി. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളിങ്ങനത്തെ കുഞ്ഞു വീഡിയോസൊക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ നിത്യജീവിതം എന്താണോ അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും ഇതുപോലത്തെ ബുദ്ധിമുട്ട് വന്നിക്കണോ, അങ്ങനെ കുഴൽക്കിണറ്റിൽ ഇങ്ങനെ പൈപ്പ് പൊട്ടണതോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങൾക്ക് മാത്രമാണോ അതോ ഇനി വേറെയുള്ളവർക്ക് സംഭവിച്ചിക്കണോ, അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ അത് പൊട്ടാൻ കാരണം എന്നൊരു അറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ മോട്ടർ ഇട്ടു, വെള്ളമൊക്കെ ചാടിയ കുറച്ച് ആദ്യം ചളിവെള്ളം അങ്ങനെ പോയെങ്കിലും പിന്നെ നല്ല ഫ്രഷ് വെള്ളമാട്ടോ വന്നത്. അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാ നമ്മൾ മോട്ടറൊക്കെ ശരിയായി.